ഏതായാലും 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. AK ഫൈസൽ എന്ന മലബാർ ഗോൾഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കൊണ്ട് ഇങ്ങനെ നിറയുകയാണ്. നമ്മൾ ഇതോടുകൂടി തീർന്നത് തീരത്തില്ല. നമ്മൾ എത്ര കാണണ്ടെന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ കൺമുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയേറെ ശക്തമായ ഒരു PR വർക്ക് കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. കുറേ വ്ളോഗർമാരും അതുപോലെ യൂട്യൂബർമാരും ഒക്കെ അവിടെ പോയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പാണം പാടുന്ന പോലെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിലൊരാൾ ഇന്ന് പറയുന്നത് കേട്ടു, ആദില നൂറ അവരെ ആ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുമ്പോഴും അതിന് മുമ്പ് എന്ന് പറയുകയാണ്, കണ്ടില്ലേ, അതായത് വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ ആദില നൂറയെ കൊട്ടാരത്തിലേക്ക് കയറ്റി മലയാളി. ഏത് മലയാളി? അതുകൂടെ ഒന്ന് പറയണം. എല്ലാ മലയാളികളുടെ ഒരു അവകാശം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളങ്ങനെ സംസാരിക്കരുത്. അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോവുക, ഭക്ഷണം കഴിക്കുക, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, പോവുക. അപ്പോൾ ഈ AK ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഒന്നാകെ തൂക്കി എന്ന് പറയുന്നതാണ് ചുരുക്കത്തിൽ ഏറ്റവും നല്ല വാക്ക്. അത്രയേറെ ഗംഭീരമായിട്ട് ഒരു PR വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ വന്നിട്ടുള്ള സെലിബ്രിറ്റികളിൽ എനിക്ക് തോന്നുന്നു വലിയൊരു ശതമാനവും അദ്ദേഹവുമായി ഡയറക്റ്റ് ബന്ധമുള്ളതോ സൗഹൃദമുള്ളവരോ ഒന്നുമല്ല. അതൊക്കെ ഒരു സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് നടത്തുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ PR വർക്ക് നടത്തുന്ന കമ്പനിയുടെ അവരുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ളതാണ്. പലരും അവിടെ വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പരിചയപ്പെടുന്നത് പോലും. പിന്നെ കുറേ പേർ അദ്ദേഹത്തിന് ഡയറക്റ്റ് ബന്ധമുള്ളവരുണ്ട്. കാരണം വലിയൊരു ബ്രാൻഡിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി അവിടെ എത്തുമ്പം ഇതൊന്നും വെറുതെ വരുന്നതല്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഏറ്റവും നല്ല താമസവും പിന്നെ വലിയ ഗിഫ്റ്റുകൾ, വിലയേറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുത്താൽ മാത്രമേ, പണം വാങ്ങിച്ചിട്ട് വരുന്ന ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് ഇത്തരം ഫംഗ്ഷൻ. ഇതൊക്കെ നമ്മൾ മലയാളികൾ കാണുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നന്മകൾ നമ്മൾ കാണണം കേട്ടോ. അദ്ദേഹം ഒരുപാട് പേർക്ക് ഇതിനോടൊപ്പം ജീവിതമാർഗം ഒരുക്കുക എന്നുള്ളതാണ്. വിവാഹം നടത്തിക്കൊടുത്തു. അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷയിൽ ജീവിച്ചൊരു കുടുംബത്തിന് അവർക്ക് ജീവിതമാർഗം ഒരുക്കി കൊടുത്തേക്ക നല്ല കാര്യങ്ങൾ തന്നെയാണ്. അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണല്ലോ. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതോ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വയം ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചാരിറ്റിയും കൂടെ ചേർത്താൽ അത് ബാലൻസ്ഡ് ആകുമെന്നുള്ളത് സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് പേർക്ക് അതുകൊണ്ട് ജീവിതമായി എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അവരെയൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാനും അദ്ദേഹം മറന്നിട്ടില്ല. ആ ഒരു താക്കോൽ വാങ്ങുന്ന കുട്ടിയുടെ മുഖം കാണുമ്പോൾ, ഈ ഓട്ടോറിക്ഷയിൽ ജീവിച്ചിട്ടുള്ള കുട്ടിയുടെ മുഖം കാണുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് മാറ്റി നിർത്തി ആ ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു ഫൈസൽക്ക. എന്തിനാ ആ കുഞ്ഞിനെ ഉൾപ്പെടെ ഇതിനു മുമ്പിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചത്? 2 ദിവസം കൂടെ ഫൈസൽക്കയുടെ വീടും അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ സെലിബ്രിറ്റികളും ഒക്കെയാണ് നിറഞ്ഞെങ്കിൽ ഇന്ന് ആദില നൂറയെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും ആക്ഷേപങ്ങൾ കൊണ്ടും നിറയുകയാണ്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം.